നമ്മളിന്ന് ഒൽപ്പർ ഹുറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലൊരു ഹൈക്കിങ്ങിനാണ് പോണേ. നമ്മളപ്പോൾ ഒരു 1.5-2 മണിക്കൂറാണ് കാട്ടണേ. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്ന്. നമ്മളെ കാറ് പാർക്ക് ചെയ്തു. ഒരു €18 ടോളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോകണേ. ഹാങ്ങിങ് ബ്രിഡ്ജായിട്ടുള്ളൊരു വ്യൂ എല്ലാവരും ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണേ. ഒൽപ്പർ ഹുറ്റ് 1.5 മണിക്കൂർ 502 എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. റൂട്ട് നമ്പർ ഓക്കെ. മുകളിൽ ഒരു ഹട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലഞ്ച് കാര്യങ്ങൾ കഴിക്കണവർക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇവിടുത്തെ സീൻ ഇതാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു റിസർവോയറിൻ്റെ അവിടെ നിന്ന് ഡാം പോലത്തെ ഇതിന്. അപ്പോൾ നമ്മുടെ കൂടെ രാഹുലും അശ്വതിയൊക്കെ ഉണ്ട്. ഫുൾ പ്രിപ്പയർഡായിട്ട് അവർ വന്നിട്ടുണ്ട്. ജയ്മോൾ വൺ സെറ്റപ്പിലാണ് കിടക്കേണ്ടത്. ആസ് എ കുട്ടി എൻ്റെ ബാക്കിൽ സെറ്റായിട്ട് കയറിയിരിക്കുകയാണ്. നമ്മളപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. പോണ വഴിക്ക് ഞാൻ വീഡിയോസ് ആഡ് ചെയ്തിട്ട് കാണിക്കാം. പലതരം ഹൈക്കേഴ്സിന് കണ്ടിട്ടുണ്ട്. കുട കൊണ്ടുവന്ന് ഹൈക്ക് ചെയ്യണ നമ്മുടെ ഫ്രണ്ടിനാണ്ട. അതാണ് അശ്വതി. കുട കൊണ്ടുവന്ന് ഹൈക്കിങ്ങിന് വന്ന ആദ്യത്തെ ഒരു വ്യക്തി. വ്യൂ ഇടുന്ന തുടങ്ങി. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നൈസ് വ്യൂ ആണ്. സ്നോയിൻ്റെ മുകളിൽ നമ്മൾ പോകണോടത്തില്ല, ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെ നമ്മൾ ഒരു ലെവലിലെത്തി. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ഓവർ എടുത്തു. പെസയ്ക്ക് വല്ലതും തിന്നാൻ കൊടുക്കണം. എല്ലാവരും വന്നൊരു ഇരിക്കുന്ന ഒരു സ്പേസാണ്. ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. പെസക്കുട്ടിക്ക് ഒരു ഫുഡ് അടി കാര്യങ്ങൾ എടുത്തു തുടങ്ങണം. അത്യാവശ്യം ലെവലിലേക്ക് എത്തി. ഞാനും എൻ്റെ റെഡ് ബുള്ള് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലേ മുകളിലേക്ക് എത്തില്ല. ഇവിടുന്ന് വ്യൂ സൂപ്പറായി തുടങ്ങി. ഇതുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എലവേഷൻ ചേഞ്ച് ചെയ്യാണ്. നല്ല ഹൈറ്റിലേക്ക് കയറണം. മലയുടെ മുകളിൽ ഒന്ന് ലിഫ്റ്റിക്ക് ഇടുന്നു. മേക്കപ്പ് വീണ് ഇവള് വേറെ ലെവലാണ്. കൊട പിടിക്കുന്നു, മേക്കപ്പ് ഇടുന്നു. റെസ്റ്റ് ഒരു 10-15 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ രാഹുൽ ചേഞ്ച് ഓവർ എടുത്തു. എസക്കുട്ടീനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ്. എസക്കുട്ടി സെറ്റാണ്. എസക്കുട്ടി വെള്ളം കളയാണ്. അപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടിയും പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തേക്കോടെ ഒരു വാട്ടർഫോളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കുറച്ച് കയറി കഴിയുമ്പോൾ ഒരു തൊട്ട് വാട്ടർഫോള് പോണ്ട്. അടിപൊളി തന്നെയാണ്. നൈസ് വ്യൂ ആണ്, കാര്യങ്ങളാണ്. നമ്മൾ കയറി ആദ്യ വഴിക്ക് എത്തി. ട്രെയിനിങ് ആയി. അത്യാവശ്യം മഴ പെയ്തു തുടങ്ങി. മഴ പെയ്യല്ല, തുളുമ്പി തുടങ്ങി. എല്ലാവരും പക്ഷെ എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഫുൾ പവറിലാണ്. ഐഫോണുള്ളൂ. ഫൈനലി നമ്മൾ ഹട്ടിൻ്റെ അവിടേക്ക് എത്താറായി. ഇവിടെ നിന്ന് ഇനി ഒരു 5 മിനിറ്റും കൂടിയാണ് ബ്രിഡ്ജിൻ്റെ അവിടേക്കുള്ളത്. അല്ല സൂപ്പറായി. ഹട്ടിൻ്റെ അവിടെ എത്തി. സക്സീഡ്. ടോപ്പ് വ്യൂ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷൻ നടക്കണ്. നമ്മുടെ ഡ്രീം പ്ലേസിലേക്ക് എല്ലാവരും എത്തി തുടങ്ങി. അങ്ങനെ ആ സൂപ്പർ ഇൻസ്റ്റാഗ്രാം വ്യൂയിലേക്ക് എത്താണ്. വ്യൂ ആണ് കാണാൻ പോണേ. എൻ്റെ അവസ്ഥ എന്ന് പറയില്ല. നല്ല മഴ ഇടിവെട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കയറി കഴിക്കുകയാണ്. അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തി. അവിടെയാണ് ആ ബ്രിഡ്ജ്. ആൾക്കാർ നടക്കുന്നത് കാണാം.
ആ ആൾക്കാർ നിൽക്കുന്ന അവിടത്താണ് ആ ബ്രിഡ്ജ്. അപ്പം അങ്ങനെ നമ്മൾ മേഡിറ്റ്. ഓട്ടോ ഫുഡ് ഹൈക്ക് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പാലത്തിലവിടെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് റിട്ടേൺ വരണ വഴിക്ക് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആടുകളുണ്ട്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് മഴ കുറച്ച് കയറണ വഴിക്ക് കിട്ടി, പക്ഷെ ഇപ്പോൾ ഒന്നും കാട്ടണില്ല. ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ സ്മൂത്തായിട്ട് താഴത്തേക്ക് എത്തും. ആടുകൾ എല്ലാ ദിവസവും ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് അപ്പുറത്തേക്ക് പോയി അവർ എൻജോയ് ചെയ്യണേ. ഞങ്ങൾ ഞങ്ങളുടെ ഗർഭിണി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം 2.5-3 മണിക്കൂർ എടുത്തു ഹൈക്ക്. ഇത് സ്റ്റീപ്പായിട്ടുള്ളതാണ്, ഹാർഡസ്റ്റ് റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. 1.5-2 മണിക്കൂറാണ് നോർമൽ എല്ലാവർക്കും പറയണത്, പക്ഷെ നമുക്കൊരു 1/2 മണിക്കൂറിന് കൂടുതൽ എടുത്തു മുകളിലേക്ക് എത്താൻ. പിന്നെ കൊച്ചുണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റേതായ സ്ലോ ഡൗൺ ആയി. അടിപൊളിയാണ് അങ്ങനെ സക്സസ്ഫുള്ളി. പിന്നെ ഞങ്ങളിവിടെ വന്ന് ഹറ്റിൽ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, അടിപൊളി ഫുഡാട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഹട്ടിൻ്റെ അവിടേക്ക് ഒരു നോർമലി ഇപ്പോൾ പിള്ളേരും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് 2-2.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് എത്താം. പിന്നെ ഞങ്ങളിപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് ഈ ഹട്ടിലേക്ക് 2.5 മണിക്കൂറൊക്കെ എടുത്തേ. ഹട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹട്ടിൽ നിന്ന് ആകെ ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. ബ്രിഡ്ജിൻ്റെ അവിടെ, ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ഈ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളുള്ളത്. ഞങ്ങൾക്ക് മഞ്ഞും കാര്യങ്ങളായിട്ട് അടിപ്പം വ്യൂ ആണ്. അപ്പം ഞങ്ങളങ്ങനെ റിട്ടേൺ പോവാണ്. അപ്പം സീ യു ഓൺ ഡൗൺ. ഈ ഹട്ടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് ഈ കാണുന്നത്. സൂപ്പർ വ്യൂ ആണ്. ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റൂം എടുക്കാം. 2 പേർക്ക് €150 സംതിങ് ആണ്. അവിടെ ഇവിടുന്ന് സത്യത്തിൽ ആ റിസർവോയറിൽ വാട്ടർ ഇല്ല, മൊത്തം ഡ്രൈ ആയേക്കാണ്. വ്യൂ ഇങ്ങനെയാണ്. ഹൈക്കിങ് വന്ന് പോരണ വഴിക്ക് എസക്കുട്ട ഉറങ്ങി. ആള് ബാക്ക് ബാഗിൽ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് സമയം എടുത്ത് പതുക്കനെയാണ് തന്നെ കുൽക്കാണ്ട് വെട്ടാണ്ട് മാക്സിമം നോക്കി. ഞങ്ങളങ്ങനെ ഹൈക്കിങ്ങിൻ്റെ ഒരു പകുതിന് മുകളിൽ കഴിഞ്ഞ് താഴത്തേക്ക് ഡിസെൻഡ് ആയി എത്തി. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഉറങ്ങിയിട്ട് ഒരു പാപ്പൊക്കെ തിന്ന് ഇങ്ങനെ ബാക്കിലേക്കുണ്ട്. സെറ്റാണ് ഞാൻ സെറ്റപ്പ്. അതൊക്കെ മഴയൊക്കെ പെയ്ത് തുടങ്ങി. ഞങ്ങൾ കുറച്ച് സ്പീഡിൽ ഇറങ്ങണം. വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് പെട്ട് കഴിഞ്ഞാൽ ഹൈക്കിങ് അല്ലേ കമ്മിങ് ഡൗൺ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിൽ ഇറങ്ങണം. ഫൈനലി ഞങ്ങൾ ഹൈക്കിങ് കഴിഞ്ഞ് കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്താറായി. ഇനി വെറും ഒരു ഇച്ചിരിയും കൂടി ഈ ആ കാണുന്ന റൂട്ടിൻ്റെ അപ്പുറത്താണ് പാർക്ക് ചെയ്തതാണ് ഞങ്ങൾ. അങ്ങനെ സക്സസ്ഫുള്ളി ഒൽപ്പർഹുട്ട് ഹൈക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ കാറിലേക്ക് എത്തി. ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് 1.25 മണിക്കൂർ എടുത്തു. മുകളിലേക്ക് 2.5-3 മണിക്കൂർ എടുത്തത്. ഞങ്ങൾ ഇറങ്ങാൻ നോൺ സ്റ്റോപ്പായിട്ട് പഠിച്ച് 1.5 മണിക്കൂർ കൊണ്ടെത്തി. അങ്ങനെ സക്സീഡഡ്. ഓസ്ട്രേലിയയിലൊരു വലിയ ഹൈക്കും കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ പെട്ടി ക്ലോസ് ചെയ്യാണ്.